ഞാൻ ഡോക്ടർ ബൈജു വർഗീസ് ഗുരുക്കൾ. എൻ്റെ കളരിയിലെ ആദ്യ ഗുരു എൻ്റെ പിതാവാണ്, ഡോക്ടർ KJ വർഗീസ് ഗുരുക്കൾ. ഈ കഴിഞ്ഞ 32 വർഷമായിട്ട് ഞാൻ കളരിപ്പയറ്റ് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ 5 തലമുറയായിട്ട് കളരിയും ചികിത്സാ രീതിയും പാരമ്പര്യമായിട്ട് ഉണ്ട്. കളരിപ്പയറ്റ് ആരംഭിക്കുന്നത് കുട്ടികൾ കളരി ഗുരുവിനെ തൊട്ട് വന്നിച്ച് ഗുരുവിന്റെ പാദം തൊട്ട് നമസ്കരിച്ച് കളരി പാദങ്ങൾ തൊട്ട് നമസ്കരിച്ച് പൂത്തറ വന്ദനം ചെയ്താണ്, അല്ലെങ്കിൽ കളരി വണക്കം ചെയ്താണ് കളരിയുടെ വിദ്യ ആരംഭിക്കുന്നത്. വലത്തതിൽ പന്തി കൈ നേരെ ഭൂമിപാത്തി വന്നു. ഇവർ കൈ നേരെ വലതുകാൽ നോക്കി വന്നു. വലപറയിൽ തിരിഞ്ഞു. അഷ്ടമൃഗ വടിവുകളെ ഉൾപ്പെടുത്തിയാണ് ആചാര്യന്മാർ കളരിപ്പയറ്റ് ചിത്രീകരിച്ചിരിക്കുന്നത്, കളരിപ്പയറ്റിനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അത് ഗജപടിവ്, സിംഹവടിവ്, അശ്വവടിവ്, വരാഹവടിവ്, നാഗവടിവ്, മാർജാലവടിവ്, മയൂരവടിവ്, കൊക്കുടവടിവ്, പന്ത്രണ്ട് വർഷമാണ് കളരിപ്പയറ്റിന്റെ ഒരു പൂർണ്ണ പഠന സമയം പറയുന്നത്. 12 വർഷക്കാലത്തെ പഠനം എന്ന് പറഞ്ഞാൽ നെയ്ത്താരിയും കോൽത്താരിയും അങ്കത്താരിയും വെറുങ്കയും പഠിച്ചു തീരുന്ന ഒരു സമയമാണ്. ഈ കളരി പഠിക്കുന്നതുകൊണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ കൊച്ചുകുട്ടികളിലാണെങ്കിൽ അവരിൽ ആരോഗ്യപരമായ അവരുടെ വളർച്ചയ്ക്ക് ഏറ്റവും നന്നാവും. അതുപോലെ തന്നെ മനസ്സിന് ധൈര്യമുണ്ടാവും. അത് കൊച്ചുകുട്ടികൾക്കെന്നല്ല, എല്ലാവർക്കും, കളരി പഠിക്കുന്ന എല്ലാവർക്കും തന്നെ അത് കളരിയിൽ നമ്മൾ അഭ്യസിക്കുന്ന കാര്യമാണ്. ഒരു പോയിന്റിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. നെയ്ത്താരിയാണ് ആദ്യമായി തുടങ്ങുന്നത്. നെയ്യഭ്യാസ രീതികൾ കാലുയർത്തിപ്പയറ്റുകളും കൈ കൂട്ടിച്ചുരുത്തിപ്പയറ്റുകളും ഉൾപ്പെടെ 24 നെയ്യ് അടവുകളാണ്. ചവിട്ടിപ്പടയുന്ന പന്തി കൈവത്തിപ്പകർന്നു കൂട്ടിച്ചവിട്ട്
കോൽത്താരി ഇനത്തിലെ ആദ്യ ആയുധം കെട്ടുകാരി അഥവാ ശരീരവടി എന്ന് പറയുന്ന കെട്ടുകാരി ശരീരവടിയൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. എന്നിരുന്നാലും കെട്ടുകാരി ആണ് ആദ്യമായി പഠിക്കുന്ന കോൽത്താരിയിലെ ആയുധം. മുച്ചാൻ ഫയറ്റാണ് അത് കഴിഞ്ഞാൽ പിന്നെ പഠിക്കുന്നത്. മുച്ചാനിന്റെ കൊണ്ടുള്ള ഫയറ്റ് മുറകളും വളരെ വേഗതയേറിയ പരിശീലനമാണ് ഈ മുച്ചാനിൽ കൂടെ പഠിക്കുന്നത്. മുച്ചാനിന്റെ പഠനം കഴിഞ്ഞാൽ അഭ്യാസ രീതികളും അടവുകളും എല്ലാം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഒറ്റപ്പയറ്റാണ്. ഒറ്റ പയറ്റുന്നത് ഒരുവിധം കളരിയിൽ നല്ല വിദ്യാർത്ഥികളെ ഒറ്റയെടുത്ത് കൊടുക്കാറുണ്ട്, ഒറ്റ പഠിപ്പിക്കാറുണ്ട്. ഒറ്റ പഠിപ്പിക്കുക എന്ന് പറഞ്ഞ് ഒറ്റ ചെയ്തിട്ടുണ്ട്, ഒറ്റയിൽ ഇത്ര അടവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ കളരിയിൽ ആ ഒരു വിദ്യാർത്ഥി നല്ലൊരു വിദ്യാർത്ഥി, അതല്ലെങ്കിൽ ഗുരുനാഥന്മാര് ഒറ്റ തുടങ്ങാൻ പോലുമുള്ള അവസരം കൊടുക്കാതെ അടുത്ത കാര്യങ്ങളിൽ കടന്നു നടന്നു. ഒറ്റയ്ക്കുള്ള ഒരു പ്രാധാന്യമാണ് ഗുരുസ്ഥാനീയ ഭാഗങ്ങളിലെ ആയുധങ്ങളിൽ ഒന്നാണ് ഒറ്റ. അങ്കത്താരിയിൽ സാധാരണ ആദ്യമായിട്ട് പഠിപ്പിക്കാറുള്ളത് കഠാരം എന്ന് പറഞ്ഞ ആയുധമാണ്. കഠാരത്തിന്റെ പയറ്റുമുറകൾ വളരെ ചെറിയ ഒരു ആയുധമുണ്ട്. കഠാരം എന്ന് പറയുന്ന ചെറിയ ആയുധമുണ്ട്. ആക്രമണവും പ്രതിരോധവും പ്രത്യാക്രമണവും ചെയ്യാൻ ഉതകുന്ന ആയുധമാണ്. പണ്ട് കാലങ്ങളിലൊക്കെ മറ്റെല്ലാ ആയുധങ്ങളും കയ്യിൽ നിന്ന് പോയാലും ഒളിച്ചു വെച്ച് ചെയ്യുന്ന, ശരീരത്തോട് വളരെ ചേർത്ത് വെച്ച് ഒരു സുരക്ഷയ്ക്കായിട്ട് വെച്ചിരിക്കുന്ന ആയുധമായിരുന്നു കഠാരം. കളരി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലെ ധാരണ വാളം പറ്റി അല്ലെങ്കിൽ ഊർമി അങ്ങനെയൊക്കെ വരും. അപ്പൊ ആ വാളം പറ്റിക്ക് അത്രയും പ്രാധാന്യമുണ്ട്. അത് യുദ്ധമുറകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ആയുധമായിരുന്നു വാളം പരിചയം. അപ്പം വാളം പരിചയം അന്നത്തെ കാലത്ത് പയറ്റുന്നെങ്കിലും ഇന്ന് വാളിന്റെ ഷേപ്പും വാളും എന്ന് പറയുന്ന രീതിയാക്കാളും ചുരിയ എന്ന ആയുധമായിരുന്നു. വാളിന് ചുരികയുടെ പയറ്റുമുറ വേറെ കുറെ വളരെ വളരെ ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ് പോകുന്നത്. എങ്കിലും അതിന്റെ ചില പ്രത്യേകതകൾ ആയുധത്തിനുള്ളതുകൊണ്ടാണ് അന്ന് അങ്കത്താരിയിൽ അംഗമുറയ്ക്ക് കൂടുതലും ചുരിക തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ അഭ്യാസ രീതി കഴിഞ്ഞാൽ, ഈ പഠന രീതി കഴിഞ്ഞാൽ കുന്തം പയറ്റുന്നത്. കുറുമിപ്പയറ്റ് ജനറലായിട്ട് പറഞ്ഞാൽ കളരിയിലെ ഒരു ആയുധങ്ങളിലെ ഒരു ഉയർന്ന സ്ഥാനത്തുള്ള ആയുധമാണ്. കുറുമിയും പയറ്റി കഴിഞ്ഞാൽ അങ്കത്താരി ഇനത്തിലെ ഏകദേശം ആയുധങ്ങൾ കഴിഞ്ഞു. എന്നാലും ഓരോരോ പ്രത്യേകത കാണും ഓരോ കളരികളിലും കൊണ്ടിയും പയറ്റാറുണ്ട്. അങ്ങനെ പല പ്രത്യേകത. എന്നിരുന്നാലും ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ആയോധന മുറ നമ്മളിവിടെ പഠിപ്പിക്കുന്ന മുറ ഈ രീതിയിലാണ് ക്രമീകരിക്കുന്നത്. പിന്നെ പഠിപ്പിക്കുന്നത് മർമ്മ ഭാഗങ്ങളാണ്. മർമ്മങ്ങളെ പോയിന്റ് ഔട്ട് ചെയ്ത് പ്രധാനമായിട്ടും കളരിയിൽ പഠിപ്പിക്കുന്നത് 64 കുലാഭ്യാസ മർമ്മങ്ങളാണ്. മർമ്മങ്ങൾ 108 മർമ്മസ്ഥാനങ്ങൾ വളരെ സ്പെസിഫിക്കാണ്. എന്നിരുന്നാൽ പോലും കളരിയിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് പഠിപ്പിക്കുന്നത് 64 മർമ്മസ്ഥാനങ്ങളെ ആസ്പദമാക്കിയാണ്. അതും പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സാധാരണ ആ കുട്ടി ആ കളരിയായിട്ടും അതുപോലെ ബന്ധം ഉള്ളയാളായിരിക്കും.
അത് കഴിഞ്ഞാൽ ഈ ചില കളരിയിലെ കുറെ ചൊല്ലുകൾ പറഞ്ഞു കൊടുത്ത് മിടുക്കനായി വരത്തക്ക രീതിയിൽ അതിലെ ഒരു കളരിയിൽ ഒരു ആശാനായും ഗുരുവായും ആചാര്യനായും വരച്ചെടുക്കാൻ വേണ്ടി ഒരു പഠിപ്പിക്കുന്ന ഗുരു മാക്സിമം ശ്രമിക്കും. ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഗ്രഹം അത് വലിയ ബൃഹത്താണ്. എന്നാലാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഗുരു ആകുന്നത്. അങ്ങനെയാണ് ഒരു ഗുരുസ്ഥാനം ത്തിന്റെ ആദ്യ പാഠം തുടങ്ങുന്നത്. പക്ഷെ കളരിക്കകത്ത് ഒരു ഗുരുസ്ഥാനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പാരപ്പ പാദം മുതൽ ശിരസ് വരെ അടങ്ങിനിട ഉയരുത് അടക്കം കേളൻ കേളപ്പ മൂളമാടും വരെ ഓട്ടും വീട് തപ്പാ ദുരിതിന് മതി ചവിടുന്നതാണ് അവപ്പ ഒരു വിധം പലതാകുന്നതാണ് ഉത്തമനെ പലതുന്നുണ്ട് അവപ്പ ഇതിൽ വിവരം അറിവുന്നതാണ് അവരെ ഗുരു എന്ന് നമ്പലാണ്. ജീവൻ എവിടെയാണ്, അതിന്റെ സഞ്ചാര മാർഗം എവിടെയാണ്, എങ്ങനെയാണ് അതിന്റെ നീക്കങ്ങൾ നടക്കുന്നത്, ഇതറിയുന്നവനാണ് ഗുരുവായിട്ട് കളരിയിൽ അറിയുന്നത്.